നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 268 268. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 21-ാം അധ്യായം ശ്ലോകം 13. ഋഷിരുവാച. ഋഷികൾ പറഞ്ഞു. ഋഷി പറഞ്ഞു. അവിടെ ആരെ? മൈത്രേയ മഹർഷി എന്നർത്ഥം. ജുഷ്ടംബദാധ്യാഖില സത്വരാശേ സാംസിദ്ധ്യമക്ഷ്ണോസ്തവ ദർശനാന്ന യദ്ദർശനം ജന്മഭിരീഢ്യ സദ്ഭിർ അശാംസതേ യോഗിനോരൂഢയോഗാഃ. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുന്നത്, സ്തുതിക്കപ്പെടുവാൻ യോഗ്യനായുള്ളവനെ. നോക്കൂ, എല്ലാവരെയും സ്തുതിക്കപ്പെടാൻ യോഗ്യമായിട്ടുള്ളവരല്ല. കാരണം എന്താ? ഈശ്വരൻ ഒന്നേ ഉള്ളൂ, അത് ശ്രീഹരിയാണ്. പറഞ്ഞ വിഷയോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രീരാമനെന്നോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെന്നോ, പക്ഷെ അത് ബ്രഹ്മസ്വരൂപനാണ് എന്നുള്ളൊരവസ്ഥ ഉണ്ടായാൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്തുതിക്കപ്പെടുവാൻ യോഗ്യനായുള്ളവനെ സമഷ്ടി സത്വഗുണത്തോടുകൂടി. സമഷ്ടി ആസ് എ ഹോൾ, എല്ലാം കൂടിയത് സമഷ്ടി. നേരെ വെഷ്ടി എന്ന് പറഞ്ഞാലോ ആൻ ഇൻഡിവിജ്വൽ, എന്താണ് പറയുക, റിപ്ലിക്ക. അതിൻ്റെ ഒരു ചെറിയൊരു അംശം റിപ്ലിക്ക. അപ്പം ഇവിടെ സമഷ്ടി സത്വഗുണത്തോടുകൂടി അങ്ങയുടെ കാഴ്ച ഹേതുവായിട്ട് അങ്ങയെ ദർശിക്കാൻ സാധിച്ചതുകൊണ്ട് ഞങ്ങളുടെ കണ്ണുകളുടെ സാഫല്യം ഇപ്പോൾ സിദ്ധിച്ചു. ഭാഗ്യം. അഹോ അന്ധഭാഗ്യം ജനാനാം. അപ്പോൾ യാതൊരുവൻ്റെ ദർശനത്തെ പുണ്യജന്മങ്ങൾ കൊണ്ട് ഉറച്ച യോഗത്തോടുകൂടിയ യോഗികൾ ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നങ്ങോട്ട് ഭാഗവതം പഠിച്ചിന്ന് രാത്രി ഭഗവാനോട് കാണണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, യാതൊരുവൻ്റെ ദർശനത്തെ. ഭഗവാൻ നിരാകാരനാണെങ്കിലും ഭക്തനെ അനുഗ്രഹിക്കാൻ വേണ്ടി സഗുണത്തിൽ വരണമെന്ന് മാത്രം. ദാറ്റ് ഡസൻ മീൻ നമ്മൾ സഗുണത്തിൽ അർച്ചിച്ചാൽ അല്ലെങ്കിൽ പൂജിച്ചാൽ ഭഗവാൻ വരുന്നു പറയാൻ പാടില്ല. അപ്പോൾ അതാണ്, മനസ്സിന് സംശുദ്ധമായ അവസ്ഥ വേണം, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വേണം. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അതൊക്കെ നടക്കുന്നത്. അപ്പോൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. ഹേ ഈഡ്യ, സ്തോത്രം ചെയ്യുവാൻ തക്ക സകല ഗുണങ്ങളുടെയും സമ്പത്തി നിന്തിരുവടിയിലുള്ളതിനാൽ. നോക്കൂ, പാത്രം മറിഞ്ഞ് ദാനം പറയും. അപ്പോൾ വിവരമില്ലാത്തവനെ വലിയ കാര്യങ്ങളെ കൊണ്ട് സ്തുതിച്ചാൽ അവന് വല്ലതും മനസ്സിലാവുമോ? ഇല്ല. ഞാൻ ഒരാളെ ചെറുതാക്കി കാണാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ പറഞ്ഞത്. അപ്പോൾ സർവേശ്വരനെന്നും സർവശ്രേഷ്ഠനെന്നും പറയാൻ ആരാളുള്ളത്? ശ്രീഹരിയാണ്. അപ്പോൾ കാരണം അത് സാത്വികമാണ്, അല്ലാണ്ടൊന്നുമല്ല. അതിന് മുകളിൽ പറയേണ്ടായി എന്താണ്? അഖില സത്വരാശേ, സമഷ്ടി ഗുണത്തോടു കൂടിയവനാണ്. അഖില സത്വരാശേ. ഇത് ശിവനെ പറയില്ല, ബ്രഹ്മാവിനെ പറയില്ല. സംഗതി ശ്രീഹരി ശിവനെയും ശിവൻ ശ്രീഹരിനെയും ധ്യാനിക്കണവരാണ്. ഇതൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കിയാൽ വലിയ കാര്യങ്ങൾ നേടാൻ പറ്റും. അപ്പോൾ പറഞ്ഞു, സകല ഗുണങ്ങളുടെയും സമ്പത്ത് നിന്തിരുവടിയിലുള്ളതിനാൽ സകലരാലും
സ്വസ്ത്രം ചെയ്യുവാൻ യോഗ്യനായുള്ളവന്, അതായത് ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസമില്ലാണ്ട് ഋഷികളെന്നോ അല്ലെങ്കിൽ ദേവന്മാരെന്നോ അസുരന്മാരോ എന്നുള്ള വ്യത്യാസമില്ലാതെ കണ്ട് എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നവെന്നർത്ഥം. അതുകൊണ്ട് സത്വഗുണത്തിൻ്റെ കാര്യമായ ജ്ഞാനാദികൾ പൂർണ്ണമായി പ്രകാശിക്കുന്ന രജോ ഗുണം തമോ ഗുണം ഉള്ളവന് ജ്ഞാനം ഉണ്ടാവില്ല. ജ്ഞാനം റിസർവ്ഡ് ഫോർ ആർക്ക്? സത്വഗുണം ഉള്ളവർക്കാണ്. അപ്പോൾ ജ്ഞാനാദികൾ പൂർണ്ണമായി പ്രകാശിക്കുന്ന അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ട് നേത്രങ്ങളിൽ ഉണ്ടായതിൻ്റെ സൽഫലം ഇപ്പോൾ പൂർണ്ണമായി അനുഭവിച്ചു. ഹാ, എന്തൊരു ഭാഗ്യം! കാഴ്ചയാൽ മാത്രം നേത്രസാഫല്യം പ്രാപ്തിക്ക് കാരണം പറയുന്നു. അനേക ജന്മങ്ങളിൽ അഭ്യസിച്ചുണ്ടായ, ഒരു ജന്മത്തിൽ നിന്നല്ല, അനേകം ജന്മത്തെ സംസ്കാര വൈഭവത്താൽ യമനിയമാദികളായ യോഗങ്ങളിൽ കൂടി ഉറച്ചിരിക്കുന്ന മനസ്സോടുകൂടിയ മഹായോഗികൾ കൂടെ നിന്ദുരുവയുടെ ദർശനത്തെ ആഗ്രഹിച്ചിരിക്കുന്നവരാണല്ലോ. അത്ര ദുർലഭമായ അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് ലഭിച്ചത് അവിടുത്തെ കാരുണ്യാതിശയ ഫലമെന്നല്ലാതെ മറ്റെന്തു പറയാം? അതാണ് പറഞ്ഞത്. അപ്പോൾ വെറുതെ പിന്നെ എന്താണെന്നാ പറയുക, കാലുകൾ പഠിച്ചു വെച്ചു, അല്ലെങ്കിൽ പിന്നെ സ്വർണ്ണക്കിരീടമുള്ളവൻ യോഗീന്ദ്രാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമായില്ല. അതാർക്ക് വേണമെങ്കിലും പറയാം. അതിൻ്റെ അർത്ഥതലങ്ങൾ അറിയണം, ഭക്തിയുടെ വൈഭവം അറിയണം. ഭക്തിയുടെ വൈഭവം അറിയാതെ കൊണ്ട് വേഷഭൂഷണങ്ങളിൽ ഭക്തി ഉള്ളവനാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അടുത്ത ശ്ലോകം 14. യേ മായയാതേഹതമേധസത്വൽ പാദാരവിന്ദം ഭവസിന്ധുബോധം ഉപാസതേ കാമലവായ തേഷാം രാശീഷ കാമാൻ നിരയേ അഭിയേസ്യുഹു. സംസാരസമുദ്രം കടത്തിവിടുന്ന കപ്പലായ അങ്ങയുടെ താമരപ്പൂ പോലിരിക്കുന്ന പാദത്തെ അല്പമായ വിഷയസുഖലാഭത്തിനു വേണ്ടി യാതൊരുത്തൻ സേവിക്കുന്നുവോ അവർ അങ്ങയുടെ മായയാൽ ഹനിക്കപ്പെട്ട വിചാരശക്തിയോടുകൂടിയവരാകുന്നു. ഇതിൻ്റെ ശരിക്കുള്ള അർത്ഥം പറഞ്ഞാൽ നമുക്ക് വിഷമവും. സർവജ്ഞനായിരിക്കുന്ന ഭഗവാനോട് എൻ്റെ തലവേദന മാറ്റി തരണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? എല്ലാ ജന്മങ്ങളും മരണങ്ങളും തലവേദനയാണ്. അപ്പം ജന്മരഹിതമായ മരണരഹിതമായ മുക്തി ആര് ചോദിക്കുന്നു? അതാണ് ശ്രേഷ്ഠം. അതുകൊണ്ടാണ് പറയാൻ കാരണം, വിചാരശക്തിയോടുകൂടിയവരാകുന്ന നരകതുല്യരായ ജന്മത്തിലും യാതൊന്നുകൾ ഉണ്ടാകുമോ ആ വിഷയസുഖങ്ങളെ അവർക്ക് സകാമഭക്തന്മാർക്ക് ഹേ ഈശ്വര അങ്ങ് കൊടുക്കുന്നു. സകാമഭക്തന്മാർക്ക് എന്ത് കൊടുക്കുന്നു? അതായത് ഭാവാർത്ഥം പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. കാമ്യാർത്ഥമായ ഭജനത്തേക്കാൾ നിഷ്കാമ ഭജനം ശ്രേഷ്ഠമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഇതാണ് സ്ഥിതിവിശേഷം. കാമ്യാർത്ഥമായ ഭജനത്തേക്കാൾ നിഷ്കാമ ഭജനം ശ്രേഷ്ഠമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് സ്തുതിക്കണം. അപ്പോൾ ഒന്നും യാചിക്കാതെ കണ്ട് ഭഗവാനെ സ്തുതിക്കുന്നവനാണ് ശ്രേഷ്ഠൻ, അവനാണ് ജ്ഞാനി. കാരണങ്ങൾ അല്ലെങ്കിൽ തുച്ഛമായ ലൗകിക സുഖങ്ങൾ ചോദിച്ചിട്ട് ഞാൻ അങ്ങയുടെ ഭക്തനല്ലേ എന്ന് കെഞ്ചി പറയണവൻ അധമനാന്നാണ് പറഞ്ഞത്. അപ്പോൾ കാമക്രോധാദിവൃത്തികളാകുന്ന ഭയങ്കര ജന്തുക്കളുള്ളതിനാൽ കടക്കുവാൻ പ്രയാസ അധികമുള്ള സംസാരമാകുന്ന സമുദ്രത്തിൽ നിന്ന് ഭക്തന്മാരെ കടത്തിവിടുന്ന കപ്പലായിരിക്കുന്ന നിന്തിരുവടിയുടെ നരകതുല്യമായ നീചയോനികളിൽ ജനിക്കുന്ന ശ്വാക്കൾ മുതലായ ക്ഷുദ്രജന്തുക്കൾ കൂടെ. ഇത് വായിച്ച ഒരാൾ നായനെ വളർത്തില്ല, പെറ്റ്സിനെ വളർത്തില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, നരകതുല്യമായ നീചയോനികളിൽ അതിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കുളിപ്പിച്ച് സോപ്പ് തേച്ച്, അതുകൊണ്ടാണ് പറയാൻ കാരണം.
നീചയോനികളിൽ ജനിക്കുന്ന ശ്വാക്കൾ മുതലായ ക്ഷുദ്രജന്തുക്കൾ കൂടെ ലഭിക്കുന്നതായ വിഷയസുഖങ്ങൾക്ക് വേണ്ടി സേവിക്കുന്നവരുടെ ബുദ്ധിശക്തി, വിചാരസാമർഥ്യം നിന്തുരുവടിയുടെ മായാദേവിയാൽ നശിപ്പിക്കപ്പെട്ടതായിട്ടു തന്നെ കരുതേണ്ടതായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പരമാനന്ദപ്രാപ്തി രൂപമായ പരമപുരുഷാർത്ഥത്തെ, എന്താ പറഞ്ഞത്, പരമാനന്ദപ്രാപ്തി രൂപമായ പരമപുരുഷാർത്ഥത്തെ നൽകുന്ന നിന്തുരുവടിയുടെ നിസ്സാര വിഷയസുഖത്തിനു വേണ്ടി വിചാരശക്തിയുള്ളവർ ഒരിക്കലും ഭജിക്കുകയില്ല. എന്നാൽ ഈശ്വരനായ അങ്ങാകട്ടെ അവർ പ്രാർത്ഥിക്കുന്നതായ ആ കാമങ്ങളെയും നൽകുന്നു. സർവേശ്വരനായ അങ്ങയെ ഭജിക്കുന്നത് ഏതുവിധമായാലും വ്യർത്ഥമായി വരുന്നതല്ല. പക്ഷേ അല്പജ്ഞാനം, അല്പാർത്ഥങ്ങൾ കിട്ടിയാൽ പിന്നെയും ചോദിക്കേണ്ടി വരും. അപ്പോൾ ദർ ഇസ് നോ എൻഡ് ഫോർ ദാറ്റ്. നേരെ ജ്ഞാനികളാണെങ്കിൽ ഒന്നും ചോദിക്കേണ്ട, പക്ഷേ യോഗക്ഷേമം ഭഗവാൻ നടത്തി കൊടുക്കുകയും ചെയ്യും. വിരക്തന്മാർ പ്രാരബ്ധഫലമായി സിദ്ധിക്കുന്ന വിഷയത്തിൽ സംതൃപ്തരായിട്ട്, വിരക്തന്മാർ അവിടെയാണ് ഭോഗ എന്താ പറയുക, ഭുക്തിയും മുക്തിയും തരുന്നവൻ എന്നുള്ള അർത്ഥം വരിക. അപ്പോൾ വിരക്തന്മാർ പ്രാരബ്ധഫലമായി സിദ്ധിക്കുന്ന വിഷയത്തിൽ സംതൃപ്തരായിട്ട് മോക്ഷാർത്ഥം ഭഗവാനെ ഭജിക്കണം. അല്ലാണ്ട് ലൗകിക സുഖങ്ങൾ നേടാൻ വേണ്ടിയിട്ട് പാടില്ല. ആ ഭജനം ശ്രേഷ്ഠം എന്നു സാർ. മോക്ഷാർത്ഥത്തിന് വേണ്ടി, അതായത് ഒന്നുകൂടി ഞാൻ ക്ലിയർ ചെയ്യാം. മോക്ഷത്തിന് വേണ്ടി ഭജിക്കുന്നത് മധ്യമാവണേ ഉള്ളൂ. നിഷ്കാമമായിട്ട് എൻ്റെ കടമയും കടപ്പാടാണ് ഈശ്വരഭക്തി വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും ജ്ഞാനികൾ ചെയ്യണത്. ഭഗവാനോടൊന്നും ചോദിക്കണില്ല. പിന്നെ ലൗകികങ്ങൾ വേണമെന്ന് പറഞ്ഞത് തേർഡ് ഗ്രേഡാണ് ഇനി, അതായത് ഏറ്റവും മോശം നടത്തും. മനസ്സിലായില്ലേ? 15-ാമത്തെ ശ്ലോകം. തഥാ സ ച അഹം പരിവൂഢുകാമ സമാനശീലം ഗൃഹമേധ ധേനും ഉപേയിവാൻ മൂലമശേഷമൂലം ദുരാശയ കാമദുഃഖാംഗ്രിപസ്യാം. എന്താ അനർത്ഥം? വാക്കർത്ഥം പറയാം. അപ്രകാരം തന്നെ ഇരിക്കുന്ന ആ ഞാനും ദുഷിച്ച അന്ധകരണത്തോടുകൂടിയവനായിട്ട് തുല്യ സ്വഭാവത്തോടു കൂടിയ ഗൃഹസ്ഥാശ്രമത്തിലെ കാമധേനുവിനെ വിവാഹത്തിന് ആഗ്രഹിക്കുന്നവനായിട്ട് കൽപ്പവൃക്ഷത്തിൻ്റെ സമസ്ത പുരുഷാർത്ഥങ്ങളുടെ വേരായിരിക്കുന്ന മൂലത്തെ, അങ്ങയുടെ പാദത്തെ പ്രാപിച്ചവനാകുന്നു. എന്തായാലും ഭഗവാന്റെ തിരുപാദപത്മത്തെ സ്വീകരിച്ചും കൊണ്ടൊരു കാര്യം ചെയ്താൽ അത് ശ്രേഷ്ഠമാവും. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. സകാമഭക്തന്മാരെ നിന്ദിച്ച ഞാനും ആ വർഗത്തിൽ ഉൾപ്പെട്ടിരിക്കയാൽ നിന്ദായോഗ്യൻ തന്നെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തൻ്റെ തപസ്സിൻ്റെ ഉദ്ദേശത്തെ പറയുന്നു. സകാമഭക്തന്മാരെ പോലെ തന്നെ ഞാനും സ്വഭാവാദി ഗുണങ്ങൾ കൊണ്ട് എന്നോട് തുല്യയും ധർമാർത്ഥകാമങ്ങളെ സാധിപ്പിക്കുന്ന ഗൃഹസ്ഥാശ്രമ കാമധേനുവുമായ ഭാര്യയെ, ആരാണ് ഭാര്യ എന്ന് പറഞ്ഞു, മോക്ഷപ്രാപ്തിക്ക് ഉതകുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നവളായിരിക്കണം ഭാര്യ. അല്ലാണ്ട് ഭർത്താവിൻ്റെ സമ്പാദ്യം മാത്രം വാങ്ങി അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരാളാവരുത്. അപ്പോൾ ഭാര്യയെ ലഭിപ്പാൻ ആഗ്രഹിക്കുന്നതിനാൽ സകല കാമങ്ങളെയും സാധിപ്പിക്കുന്ന ഭക്തകൽപ്പതരുവായ നിന്തിരുപടിയുടെ പാദമൂലത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഭാര്യാസ്വീകാരം വിഷയസുഖത്തിനുള്ള ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നതിനാൽ എൻ്റെ അന്ധകരണവും പരിശുദ്ധമായിട്ടില്ല. 10,000 സംവത്സരം തപസ് ചെയ്തിട്ടും കാമബീജം നശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരിക്കയാൽ അന്ധകരണശുദ്ധിക്ക് തപസ്സല്ല, ഭക്തിയാണ് വേണ്ടതെന്ന് സൂചിപ്പിച്ചു. അത് അതിലേറെ ട്രാൻസ്പാരൻ്റ് ഒരു പോയിൻ്റാണ്. അന്ധകരണശുദ്ധിക്ക് തപസ്സല്ല വേണ്ടത്, ഭക്തി. സംശുദ്ധമായ ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങൾ എന്നൊക്കെ പറയാം. 16-ാമത്തെ ശ്ലോകം. പ്രജാപതേസ്തേ വജസ അധീശ
തന്ത്യാ ലോകക്കിലായം കാമഹതോ അനുബദ്ധഃ അഹം ച ലോകാനുഗതോ വഹാമി ബലീം ച ശുക്ലാം നിമിഷായ തുഭ്യം. സ്തുതിക്കാണ് ഭഗവാനെ. സർവേശ്വര, പരിശുദ്ധ പ്രജാപതിയായ അങ്ങയുടെ വാക്കാകുന്ന കയറിനാൽ, അതായത് ഭഗവാന്റെ വാക്കുകൾ ഉപദേശ ശകലങ്ങളെ കൊണ്ട് കെട്ടിയിടണം, എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നിരന്തരം ബന്ധിക്കപ്പെട്ടും കാമത്തിന് അധീനമായും ഇരിക്കുന്നതാണല്ലോ ഈ ലോകം. ഞാനും ലോകത്തെ അനുസരിക്കുന്നവനായിട്ട് ലോകസ്വരൂപനായ നിന്തിരുവടിക്കായി കൊണ്ട് പൂജ ചെയ്യുന്നേൻ. ഈ നിന്തിരുവടിക്കായിട്ട് ലോകസ്വരൂപനായ, അത് ഒരു പുതിയ വാക്കാണ്. പ്രേമസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്, ലോകസ്വരൂപനാണ്. അതാണ് വിരാട് സ്വരൂപൻ എന്ന് പറഞ്ഞത്. പൂജ ചെയ്യുന്നേൻ എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്. സ്ത്രീലാഭത്തെ ഉദ്ദേശിച്ച് ഭജിപ്പാനുള്ള മറ്റൊരു കാരണം കൂടെ ബോധിപ്പിക്കുന്നു. അതെന്താണ്? ബ്രഹ്മാദിദേവന്മാരെയും ഓരോ പ്രവൃത്തിയിൽ ഏർപ്പെടുത്തുന്ന സർവേശ്വരനും ലോകരക്ഷിതാവുമായ നിന്തിരുവടിയുടെ വാക്കാകുന്ന മൂക്കുകയറിനാൽ ബന്ധിക്കപ്പെട്ടതാണല്ലോ ഈ ലോകം സമസ്തവും. ലോകധർമ്മത്തെ അനുസരിക്കുന്ന ഞാനും കാലസ്വരൂപനായ നിന്തിരുവടിയുടെ ആജ്ഞയെ പരിപാലിക്കുന്നതായ ആ പൂജയെ നിർവഹിച്ചുകൊള്ളുന്നുണ്ട്. ഈ ശ്ലോകത്തിൽ അടങ്ങിയ സാരം കുറെ കൂടെ സ്പഷ്ടമാക്കാം. ഭഗവാൻ ലോകത്തെ സംരക്ഷിക്കുന്നതിന് 2 മാർഗം നിശ്ചയിച്ചിരിക്കുന്നു. ആ നീതി നിയമങ്ങളെ കാണിക്കുന്നതിനായിട്ട് വേദവാക്യങ്ങൾ ഭഗവാന്റെ മുഖത്തിൽ നിന്നുണ്ടായി. വിഷയശുകാശയില്ലാതാവാൻ തക്ക വിധം സംസ്കാരം സിദ്ധിച്ച വിരക്തന്മാരെ കുറിച്ച് പറയുന്ന ജ്ഞാനകാന്ഡം. അപ്പോൾ ഈ അറിവ് എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് ആയിട്ടുള്ളതല്ല. പിന്നെന്താ? എല്ലാം സന്യസിക്കാനുള്ള അറിവ്, എല്ലാം ത്യജിക്കാനാണ് അറിവ് വേണ്ടത്. ജ്ഞാനകാന്ഡം ഒരു ഭാഗം. അത്രത്തോളം സംസ്കാരം സിദ്ധിച്ചിട്ടില്ലാത്ത സകാമന്മാരെ കുറിച്ച് പറയുന്ന കർമ്മകാന്ഡം മറ്റൊരു ഭാഗം. ഒന്ന് ജ്ഞാനകാന്ഡം, പിന്നൊന്ന് കർമ്മകാന്ഡം. വേദത്തിലുള്ള ഈ 2 ഭാഗങ്ങളെ കാളകളുടെ മൂക്ക് തുളച്ച് കോർത്തു പിടിക്കുന്ന കയറ് പോലെ വിചാരിക്കണം. പരമപുരുഷാർത്ഥത്തെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന വിരക്തന്മാരോട് യദഹരേവ വിരജേ തദ അഹരേവ പ്രവ്രജേത്. വിഷയാശയില്ലെന്നുറപ്പുണ്ടായ ദിവസം തന്നെ സന്യസിച്ചുകൊള്ളുക. സന്യസിക്കാൻ പറ്റിയ ദിവസം എന്താ? വിഷയാശകളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അപ്പോൾ സന്യസിക്കാമെന്നാണ്. പക്ഷേ പിന്നെ സെക്രട്ടറിക്ക് വേണ്ടിയിട്ടോ AC റൂമിന് വേണ്ടിയിട്ടോ പരവതാനിക്ക് വേണ്ടിയിട്ടോ കാശ് മറ്റുള്ളവരോട് ചോദിക്കരുത്. അപ്പോൾ വിഷയാശയില്ലെന്നുറപ്പുണ്ടായ ദിവസം തന്നെ സന്യസിച്ചുകൊള്ളുക എന്ന് ഉപദേശിച്ചിരിക്കുന്നു. ആ രീതിയിൽ സംസ്കാരം സിദ്ധിച്ച ജീവന്മാർ ക്രമത്തിൽ മോക്ഷം പ്രാപിക്കുന്നു. അപ്രകാരമില്ലാത്ത സകാമന്മാരോട് വേദം വേറൊരു വിധത്തിൽ ഉപദേശിക്കുന്നു. ജായമാനേ വൈ ബ്രാഹ്മണസ്ത്രീഭി ഋണവാൻ ജായതേ ഋണാനി ത്രിണ്യാപാകൃത്യ മനോ മോക്ഷേ നിവേശയേത് അനപാകൃത്യ മോക്ഷന്തു സേവമാനോ വ്രജത്യഥ. ജനിക്കുന്ന ഒരുവന് 3 വിധം ബാധ്യതകളുണ്ട്. ജനിക്കുന്ന ഒരുവന് 3 വിധം ബാധ്യതകളുണ്ട്. അതാണ് ഋഷികടം, ദേവകടം, പിതൃകടം എന്നിങ്ങനെ 3 കടങ്ങളായിട്ട് ഇവയെ പറഞ്ഞിരിക്കുന്നു. വേദാധ്യായനം കൊണ്ട് ഋഷികൾക്കുള്ള കടവും യജ്ഞം കൊണ്ട് ദേവകളുടെ കടവും സന്താനോൽപാദനത്താൽ പിതൃക്കളോടുള്ള കടവും തീർത്ത ശേഷം വൈരാഗ്യം സിദ്ധിക്കണം എന്നാണ്. തീർത്ത ശേഷം മോക്ഷത്തിനായി പരിശ്രമിക്കണം. അല്ലാതെ മോക്ഷമാർഗത്തിൽ പ്രവേശിക്കുന്നത് പാപമായി തീരും എന്നിപ്രകാരം ശാസിക്കുന്ന അങ്ങയുടെ ആജ്ഞയെ
സകാമനായ ഞാൻ 3 വിധം ഋണങ്ങളെ തീർക്കുന്നതിന് വേണ്ടി നിന്തുരുവടി വിധിച്ചിരിക്കുന്ന മാർഗങ്ങളെ ശരിയായി അനുഷ്ഠിക്കുന്ന കർമ്മത്താൽ ലോകരക്ഷാധികാരത്താൽ സ്വശക്തിയെ പ്രകാശിപ്പിക്കുന്ന പരിശുദ്ധ സ്വരൂപനായി നിന്തുരുവടിയെ ആരാധിച്ചു കൊള്ളാം. അതിനാവശ്യമാകുന്ന ധർമ്മപത്നിയെ ലഭിപ്പാനും അങ്ങയുടെ കാരുണ്യം വേണമല്ലോ. അതുകൊണ്ടാണ് സ്ത്രീകാമനായിട്ട് ഭജിച്ചതെന്ന് കർദമ പ്രജാപതി ഭഗവാനോട് ഉണർത്തിച്ചു. എത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അവതരണ കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി 2 ശ്ലോകങ്ങൾ 17ഉം 18ഉം ഒപ്പം പോകും. ലോകാംശ്ച ലോകാനുഗതാൻ പശുംശ്ച ഹിത്വാശ്രിതാസ്തേ ചരണാദപത്രം പരസ്പരം തദ്ഗുണവാദസീധു പീയൂഷ നിർയാപിതദേഹധർമാഃ നതേ അജരാക്ഷഭ്രമിരായുരേഷാം ത്രയോദശാരം 300 പർവാം ഷണ്യേമ്യനന്തശ്ചതി യത്രിണാഭി കരാളസ്രോതോ ജഗദാസിദ്ധ്യതാവത്. ഇതാണ് 2 ശ്ലോകങ്ങൾ. അതിൻ്റെ വാക്കാർത്ഥങ്ങൾ എങ്ങനെയാണ് പോണത്? ലോകങ്ങളെയും ലോകങ്ങളെ അനുസരിക്കുന്ന അജ്ഞജനങ്ങളെയും ഒഴിച്ചിട്ട് അല്ലെങ്കിൽ വിട്ടിട്ട് അങ്ങയുടെ പാദമാകുന്ന ഛത്രത്തെ, അതായത് കൊട, യാതൊരുത്തൻ ആശ്രയിച്ചവരായിരിക്കുന്നുവോ അവർ അന്യോന്യം അങ്ങയുടെ ഗുണങ്ങളെ കീർത്തിക്കുക എന്നതായ മധുരമേറിയ അമൃതത്താൽ ശമിക്കപ്പെട്ട ദേഹധർമ്മങ്ങളോട്, ആ വാക്ക് ശമിപ്പിക്കപ്പെട്ട ദേഹധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ വിശപ്പ്, ദാഹം എന്നിവയോട് കൂടിവരായിട്ട് വസിക്കുന്നു. അതായത് ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറഞ്ഞാൽ അതായത് വിശപ്പും ദാഹം കൂടി നിലയ്ക്ക് നിർത്താൻ സാധിക്കണം. പ്രാണനെ മാത്രം പ്രാണവിരോധം ചെയ്തിട്ട് കൂടി സമാധിയിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നാശരഹിതമായ ബ്രഹ്മമാകുന്ന അധിഷ്ഠാനത്തെ ആശ്രയിച്ച് ചുറ്റിത്തിരിയുന്നതും 13 അധികമാസസഹിതമായ ആരങ്ങളോട് കൂടിയതും 360 വട്ടകങ്ങളോട് കൂടിയതും 6 പട്ടകൾ ചക്രാധരങ്ങൾ ഉള്ളതും അനേക ദളങ്ങളുള്ളതും 3 നാഭികളുള്ളതും, അതായത് കുംഭക്കട്ടയിൽ അച്ചിടാനുള്ള ദ്വാരം, ഭയങ്കരമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതും ലോകത്തെ ആകർഷിച്ചിട്ട് പായുന്നതുമായ ചക്രം ഇവരുടെ ഭഗവത് കഥാതൽപരന്മാരുടെ ആയുസ്സിനെ അപഹരിക്കുന്നില്ല. കാലചക്രം എന്ന് പറയാം, അതാണ് വർഷം. ഓരോ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ ആയുസ് കമ്മിയാവണം അല്ലേ. അപ്പോൾ യോഗികളുടെ ആയുസ്സിനെ അപഹരിക്കുന്നില്ല. കാരണം എന്താ? അവരിനി ജന്മം വേണ്ടാത്തവരാ. അതിൻ്റെ ഭാവാർത്ഥം വളരെ തീവ്രമാണ്. നോക്കുക, കാലസ്വരൂപനായ അങ്ങയെ ഭയപ്പെട്ടുകൊണ്ട് അവിടുത്തെ ആജ്ഞയെ പരിപാലിക്കുന്നവരോട് ഞങ്ങൾ എന്നു മുമ്പ് പറഞ്ഞു. അങ്ങയെ സർവാത്മനാ ഭജിക്കുന്ന ഭക്തന്മാരാകട്ടെ ആ ഭയത്തിൽ നിന്ന് വേറിട്ടവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഭക്തിയുടെ പാരമേഷ്ടത്തെ പ്രകാശിക്കുന്നു. ഭക്തിയുടെ പാരമേഷ്ടം എന്താ? ഗോഡ് ലവിങ് ആണ്. ഗോഡ് ഫിയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പാപം ചെയ്തവർ. ഇനി ഭാവാർത്ഥത്തിലേക്ക് കിടക്കുന്നു. ഹേ ഭഗവൻ, ലോകത്തിൽ യാതൊരുത്തൻ പ്രാകൃത ജനങ്ങളെയും അവരുടെ പ്രവൃത്തിയെ തന്നെ ആലോചന കൂടാതെ പിന്തുടരുന്ന മൃഗപ്രായന്മാരായ അറിവില്ലാത്ത ജനങ്ങളെയും ആശ്രയിക്കാതെ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം 1, 2, 3 എന്ന 3 വിധ സന്താപങ്ങളെയും തീർത്ത് ഭക്തന്മാരെ ആനന്ദിപ്പിക്കുന്ന നിന്തിരുവടിയുടെ പാദപത്മമാകുന്ന കുടയുടെ നിഴലിനെ സർവദാ ആശ്രയിച്ച് അങ്ങയുടെ ഭക്തവാത്സല്യാദി കല്യാണ ഗുണങ്ങളെ അന്യോന്യം കേൾക്കുകയും ചെയ്യുന്ന, മറ്റുള്ളവരെ കേൾപ്പിക്കുക, അവർ പറഞ്ഞത് നമ്മൾ കേൾക്കും വേണം. അല്ല നമ്മൾ പറഞ്ഞത് മാത്രം അവർ കേൾക്കുക, അങ്ങനെ പാടില്ല.
അപ്പോൾ കേൾക്കുകയും ചെയ്യുന്ന പ്രവൃത്തി രൂപമായ മധുരമേറിയ അമൃതത്തിൻ്റെ ആസ്വാദനത്താൽ വിശപ്പ്, ദാഹം മുതലായ ദേഹധർമ്മങ്ങളെ കൂടെ അറിയാതെ കാലം കഴിക്കുന്നുവോ അവരെ അങ്ങയുടെ കാലചക്രം ബാധിക്കുന്നില്ല. മറ്റുള്ളവരെയൊക്കെയും ബാധിക്കുന്നതിന് സമർത്ഥന്മാരായിരിക്കുന്ന ആ കാലസ്വരൂപമായ ചക്രമാകട്ടെ നാശരഹിതമായ ബ്രഹ്മമാകുന്ന അധിഷ്ഠാനത്തെ ആശ്രയിച്ചിരിക്കുന്നതും 13 മാസങ്ങളാകുന്ന ആരങ്ങളും 360 ദിവസങ്ങളാകുന്ന വട്ടകളും 6 ഋതുക്കളാകുന്ന ചക്രധാരകളും നിമിഷം നാഴിക എന്നിങ്ങനെ പറയപ്പെടുന്ന അനന്തദളങ്ങളും 3 ചാതുർമാസ്യങ്ങളാകുന്ന ദ്വാരങ്ങളുമുള്ളതുമാകുന്നു. ലോകത്തെ മുഴുവനും ആകർഷിച്ചുകൊണ്ട് ഭയങ്കരമായ വേഗത്തിൽ സഞ്ചരിക്കുന്ന ആ കാലചക്രം ഭക്തന്മാരല്ലാത്തവരുടെ ആയുസ്സിനെ ക്ഷയിപ്പിക്കുന്നു. ഭക്തന്മാരുടെ ആയുസ്സിനെ ക്ഷയിപ്പിക്കണില്ല എന്നർത്ഥം. അപ്പം ഭക്തന്മാരാകട്ടെ കഥാശ്രവണാദികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാകയാൽ അല്ലാത്തവരെ ഭക്തന്മാരെന്നും പറയില്ല. ചീട്ട് കളിക്കുക, കള്ളു കുടിക്കുക, ടൈം പാസ്, അത് അവർ ഭക്തന്മാരല്ല. വേഷഭൂഷണങ്ങൾ ഉണ്ടെങ്കിലും ശരി. അപ്പോൾ സഫലമായി കഴിയുന്നതിനാൽ അവർ കാലബാധ കൂടാതെ ജീവിക്കുന്നവരാകുന്നു. അവർ മാത്രം ഭയരഹിതന്മാർ. അതിനാൽ കർമ്മജ്ഞാന യോഗങ്ങളാൽ ഭക്തിയോഗം ശ്രേഷ്ഠമെന്ന് സാരം. ഇമ്പോർട്ടൻ്റ് ആണത്. 3 കൊല്ലം കഴിയുമ്പോൾ മലമാസം എന്ന് പേർ പറയപ്പെടുന്നൊരു മാസമുണ്ട്. അതോടുകൂടിയാണ് 13 മാസം എന്നിവിടെ പറഞ്ഞത്. അതൊരു ടെക്നിക്കാലിറ്റിയാണ് കാല അളവിൻ്റെ. ഇനി 19ാമത്തെ ശ്ലോകത്തോടു കൂടിയിട്ട് നമുക്ക് നിർത്താം. 19ാമത്തെ ശ്ലോകം എന്താണ്? ഏക സ്വയം സഞ്ജഗതസൃക്ഷയാത് ദ്വിതീയയാ ആത്മനധിയോഗമായയാ സൃജസ്യത പാസി പുനർഗ്രസിഷ്യസേ യഥോർണനാഭിർഭഗവൻ സ്വശക്തിഭി. സ്വന്തം ശക്തി കൊണ്ട് എന്നർത്ഥം വരും. അതിൻ്റെ വാക്കാർത്ഥാണ് പറഞ്ഞത്. ഐശ്വര്യസ്വരൂപ, അങ്ങ് ഏകനായി തന്നെ ഇരിക്കുന്നുവെങ്കിലും ലോകത്തിൻ്റെ സൃഷ്ടിയിൽ താല്പര്യം കൊണ്ട് അഭിന്നയായ യോഗമായ കൊണ്ട് ഭിന്നമല്ലാത്തത് എന്നർത്ഥം. അഭിന്നം തന്നിൽ സൃഷ്ടിക്കുന്നു, പാലിക്കുന്നു, പിന്നെ സംഹരിക്കുന്നു. 8 കാലി സ്വന്തം ശക്തികൾ കൊണ്ടെന്ന പോലെ. 8 കാലിക്ക് വേറൊരാളുടെ സഹായം വേണ്ട. കമ്പി വലിക്കാനും നെറ്റാക്കാനും ഒക്കെ അത് മതി. A to Z കാര്യങ്ങൾ സ്വന്തം ചെയ്യും. അതുകൊണ്ടാണ് 24 ഗുരുക്കളിൽ ഒന്ന് 8 കാലിയായത്. അതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു പൂജാരിയും ഒരു പൗരാണികനും ഇല്ലെങ്കിൽ ആചാര്യന് സപ്താഹം നടത്താൻ പറ്റില്ലാത്ത സ്ഥിതിയല്ലേ? അങ്ങനെയല്ലേ? ശരിക്കും എന്താ വേണ്ടു? ശുദ്ധമായ രീതിയിൽ പാരായണം ചെയ്യാം. കേൾക്കുന്നവർക്ക് പാരായണം ചെയ്യാൻ കേട്ടാൽ അറിയണം. അവിടെയാണ് പ്രശ്നം. അതിൻ്റെ അർത്ഥതലങ്ങൾ അറിയണം. അർത്ഥതലങ്ങൾ അറിയാണ്ട് കാര്യങ്ങൾ എങ്ങനെ അറിയാം? അപ്പോൾ പറയണു, സകലത്തിൻ്റെയും ആദികാരണമായ നിന്തുരുവടിയെ ആശ്രയിക്കുന്നേൻ എന്ന് ആദ്യം ചെയ്ത സ്തുതിയിൽ അടങ്ങിയ സാരത്തെ ഉപപാദിക്കുന്നു. ഒന്ന് വിസ്തരിക്കുകയാണ്. സൃഷ്ടിക്ക് മുമ്പ് ഭഗവാൻ ഏകൻ മാത്രമേ ഉള്ളൂ. ജീവരാശികൾക്ക് ഭോഗാനുഭവത്തിന് ഉപകരിക്കുന്ന ശരീരങ്ങളെ നൽകുവാനുള്ള ആഗ്രഹരൂപമായ കാരുണ്യം എപ്പോൾ ഭഗവാന് ജനിച്ചുവോ അപ്പോൾ ആത്മാവിലിരിക്കുന്ന അദ്വിതീയമായ, രണ്ടെന്നുള്ളതില്ലാത്തത്, അദ്വിതീയമായ യോഗമായെ പ്രകാശിപ്പിച്ചു. സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങൾ ആ യോഗമായിൽ നിന്നുണ്ടായി. ഇങ്ങനെ ക്രമത്തിൽ ഭൂമിയാദിഭൂതങ്ങളുണ്ടായി. ആ മാതിരി ശക്തികൾ കൊണ്ട് ഏകനായ നിന്തിരുവടി ഈ കാണപ്പെടുന്ന ലോകങ്ങളെയെല്ലാം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. 8 കാലി എന്ന പ്രാണി തന്നിൽ നിന്ന് തന്നെ ഊർണ എന്ന് പറഞ്ഞ നൂലിനെ ജനിപ്പിക്കുകയും ആ നൂല് കൊണ്ട് വലയുണ്ടാക്കുകയും ചെയ്ത ശേഷം ആ വലയിൽ ഇരുന്ന്
ജീവിതത്തെ നയിക്കുന്നു. പിന്നെ കുറേ കഴിയുമ്പോൾ വലയെ തന്നിൽ തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്നു. അത് നശിക്കണില്ല. ഇപ്പം നമ്മൾ ചൂലോണ്ട് ഈ എട്ടുകാരുടെ വല നശിപ്പിച്ചാലും അത്ര അതിന് പിന്നെ ഉണ്ടാവും. അതുപോലെ അങ്ങും തന്നിലിരിക്കുന്ന യോഗമായയെ കൊണ്ടുണ്ടാക്കിയ ലോകത്തിൽ ജീവരൂപേണ വസിക്കുകയും അതിനെ ഈശ്വരഭാവത്താൽ രക്ഷിക്കുകയും ഒടുവിൽ അധിഷ്ഠാനമായ തന്നിൽ തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ സകലത്തിനും ആദിമൂലം ഈശ്വരൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞ് സമർപ്പിച്ചു. അങ്ങനെയിരിക്കുന്ന ആ ജഗതീശ്വരൻ്റെ വിഭൂതികൾ അവരവർ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരും പ്രകർഷേണ ഉണ്ടാവും എന്നല്ലാതെ കണ്ട് വേറൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഓരോരുത്തരുടെയും ഭക്തി നിർഭരമായ പ്രാർത്ഥന ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ. കാരണം ഈ ഭൂമിയിൽ ആരാണ് സ്വച്ഛന്തന്മാരായിട്ട് തന്നിൽ ഉള്ള തന്നിലുള്ള ആനന്ദത്തിൽ മുഴുകുന്നവർ ഈ ലോകത്തിലെ സർവ്വജീവജാലങ്ങളിലും ഇരിക്കുന്ന ചൈതന്യവത്തായിരിക്കുന്ന പരബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ഭഗവാനെ ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ പ്രമാണത്തോടു കൂടിയിട്ടുള്ളവനാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമസ്കാരം.